ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലായിട്ടോ ഉള്ളത്. അമ്മയുടെ ഗാർഡൻ്റെ വിശേഷമൊക്കെ കാണിച്ച് കുറേ ദിവസം അമ്മ ഒരു ഹായ് പറഞ്ഞേ. അമ്മ തിരക്കാം. ജമന്തി തോട്ടം അമ്മ ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറേ വെറൈറ്റി ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം കാണിക്കാൻ സ്ഥിരം നിങ്ങളതാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ അമ്മ പുതുതായിട്ട് അമ്മയുടെ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വീടിനകത്ത് അടിപൊളിയായിട്ട് നമ്മുടെ സ്റ്റെയറും അതിന് ചുറ്റുമെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് അമ്മയുടെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അറേഞ്ച്മെൻ്റ് ആട്ടോ അമ്മ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. അതിനുമുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി ഓളെന്നുള്ള ഓപ്ഷനും കൂടെ ആക്കുക. അപ്പോൾ അമ്മയുടെ ഇൻഡോർ പ്ലാന്റ്സ് കളക്ഷനും അതുപോലെ ഇവിടെ കുറച്ച് പച്ചക്കറിയുടെ കൃഷിയൊക്കെ ചെയ്ത് അതിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫലമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം അമ്മയുടെ ജമന്തി ഞാൻ ആദ്യം ഫസ്റ്റ് ഒന്ന് വെറുതെ കാണിക്കുക കേട്ടോ. ഇവിടെ മഞ്ഞ ജമന്തിയാണ്, നിറയെ പൂത്ത് ഇപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതമ്മ പൂ വന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റി അത് അടുത്ത വിത്തിനാണല്ലേ അമ്മ? അടുത്ത വിത്തിന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യക്കുട്ടെ ഹെൽപ്പ് ചെയ്യാണ്ട് പഴയതുപോലെ തന്നെ. പിന്നെ ദേ നമ്മുടെ ആൽവിക്കുട്ട ഉണ്ട്, പാറക്കുട്ടി ഉണ്ട്. പാറസേ ഹായ്. ആൽവിക്കുട്ട ഹായ് പറ. ഹായ്. അപ്പോൾ ഇത് എല്ലാവരും കൂടെ ചേർന്ന് പഴയതുപോലെ കുറേ നാളായി കാണും നിങ്ങൾ ഇങ്ങനൊരു വീഡിയോ കണ്ടിട്ട്. നമ്മുടെ ഗാർഡനിൽ ഇതുപോലെയൊക്കെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് അമ്മയുടെ ജമന്തിയൊക്കെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീടിനകത്തെ ഇൻഡോർ പ്ലാന്റ് സെറ്റിംഗ് കാണാം അല്ലേ അമ്മ? പോവാം. സ്റ്റെയർ തൊട്ട് തന്നെ അമ്മത് അടിപൊളിയായിട്ട് നമ്മുടെ ചെടിയെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വരാം. അപ്പോൾ അത് ഏതൊക്കെയാണ് പതിയെ നമുക്ക് കാണിച്ചോളൂ അല്ലേ. ഇവിടെ ജനലിൽ നിന്ന് വെട്ടമുണ്ട്, അതുകൊണ്ട് അടുത്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം കാണിക്കാം. അപ്പോൾ ആദ്യത്തത് അമ്മ ഒരു ഉരുളിയിൽ നമ്മുടെ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വെള്ളത്തിനാണ് അമ്മ വെച്ചേക്കുന്നത്. വെള്ളത്തിൽ മണി പ്ലാന്റ് ഇത് ഇങ്ങനെ ഇട്ട് വെച്ചേക്കും കേട്ടോ. നമ്മുടെ ഒരു ഉരുളിയിലാണേ. അതിൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് വിളക്കൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാറൂട്ടി ഇതാ വരുന്നു അമ്മ. അതുപോലെ ഇവിടെയും ഒരു മണി പ്ലാന്റിൻ്റെ 2 ചട്ടിയിലായിട്ടല്ലേ അമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മണ്ണിലാണ്, അത് വെള്ളത്തിലാണെങ്കിൽ ഇത് മണ്ണിലാട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റെയറിൻ്റെ ഈ ഒരു സൈഡിലോട്ട് പോകുമ്പോൾ ഒരു സിഗോണിയ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളച്ചട്ടിയിൽ. അത് മണ്ണിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നമ്മുടെ കളക്ഷൻ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ ഒരു സിഗോണി അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റെയർ കയറുമ്പോഴത്തേക്കും ഇവിടെയും ജഗ്ഗിലായിട്ട് വെള്ളത്തിൽ മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇരിപ്പുണ്ട് മണി പ്ലാന്റ്. പിന്നെ നമ്മുടെ സ്റ്റെയർ ഇങ്ങനെ റൗണ്ടാണ്. അപ്പോൾ ആ റൗണ്ട് ചുറ്റുമായിട്ട് ഇതുപോലെ ഫുള്ളും നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇത്ര മാത്രമല്ല കേട്ടോ, ഞാൻ ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇവിടെയുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഏതൊക്കെയെന്ന് നോക്കാം. അടുത്തത് ഇവിടെ വീണ്ടും ഒരു സിഗോണി അമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മണ്ണിലാണ്, പക്ഷെ കണ്ടോ പഴയ ഒരു കലത്തിലൊക്കെയാണ് അല്ലേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അമ്മ അവിടെ പാറക്കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതുകൊണ്ടാണ് അമ്മയ്ക്ക് കൂടുതലൊന്നും പറയാൻ പറ്റാത്തത്. ഇത് അമ്മയ്ക്ക് പണ്ടത്തെ അമ്മയുടെ കലമല്ലേ അമ്മ? പണ്ടത്തെ അമ്മയുടെ ഇതെന്തോ കലം? വെങ്കലം അല്ലേ? വെങ്കലത്തിലാണ് അമ്മ അത് അടിപൊളിയായിട്ട് വച്ചിട്ടുള്ളത്. അപ്പോൾ എന്തോ നമ്മുടെ ഇൻഡോർ അറേഞ്ച്മെൻറ്റിനൊക്കെ ഇങ്ങനെ പഴയ കലമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനകത്താണ് അമ്മ ഈ ചെടിച്ചട്ടി ഇറക്കി വെച്ചേക്കുന്നത്. അടുത്തതായിട്ട് ഒരു അഗോണിയാണ് കേട്ടോ. അഗോണി, ഇത് റെഡ് കളർ അഗോണിയാണ്. ലിപ്സ്റ്റിക് പ്ലാന്റ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊന്നും ചെടികളെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല കേട്ടോ, കാരണം ഇവിടെയുള്ള കളക്ഷൻ ഓൾറെഡി നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതും അമ്മ ഒരു പഴയൊരു ഇതെന്ത് പാത്രം ഒരു ഇത് തന്നെയല്ലേ ഇത് ചെമ്പാണ്. ഇത് ചെമ്പ് പാത്രത്തിൽ ഇവിടെയുള്ള എല്ലാം അങ്ങനെയാണ് കേട്ടോ അമ്മ വച്ചേക്കുന്നത്. പഴയ പാത്രങ്ങളെല്ലാം കളയാതെ വച്ചിട്ടുണ്ട്. ഈ അഗോണിയ അമ്മ വെള്ളത്തിലാണ് കേട്ടോ, ബോട്ടിലെ വെള്ളത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാം നന്നായിട്ട് നിൽപ്പുണ്ട്. അടുത്തത്
അടുത്തത് ഇതേ നമ്മുടെ കലേടി നിൽപ്പുണ്ട്. ഇവിടെ കലേഡിയത്തിൻ്റെ 3-4 വെറൈറ്റി ഉണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. ഇതൊരു വെറൈറ്റിയാണ് കലേഡിയത്തിൻ്റെ. അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പാത്രത്തിലാണ്. ഇത് ചെമ്പല്ലമ്മ അല്ല, വെങ്കല പാത്രത്തിലാണ്, ഒരു കുടത്തിലാണ് വെച്ച് കലത്തിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ കലേഡി. അടുത്തത് റിയോ പ്ലാന്റ് ആണ് കേട്ടോ. റിയോ പ്ലാന്റും അതുപോലെ സെയിം ഈ പറഞ്ഞത്. ഇവിടെ ഈ ഒരു റൗണ്ട് ചുറ്റും അമ്മ സെറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം ഇതുപോലെ അമ്മയുടെ പഴയ പാത്രങ്ങളാണ്. കാരണം ഈ പാത്രവും നമ്മളിപ്പം അടുക്കളയിൽ അങ്ങനെ ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ വെറുതെ പൊടിയടിച്ചിരിക്കാതെ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട് അടിപൊളിയാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ റിയോ പ്ലാന്റ് ആണ്. റിയോ പ്ലാന്റ് ഇത് വെള്ളത്തിലാണോ അമ്മ? വെള്ളത്തിൽ. ഇതും വെള്ളത്തിലാണ് കേട്ടോ. ഇത് ഈ പാത്രത്തിനകത്തല്ല വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ബോട്ടിൽ എന്തെങ്കിലും അമ്മ സെറ്റ് ചെയ്തായിരിക്കും, അതിനകത്താണ് വെള്ളം ഒഴിച്ച് വളർത്തി വെച്ചിരിക്കുന്നത്. ഞാൻ ആ ബോട്ടിലിനെ ഇതിനകത്തോട്ട് ഇറക്കി വയ്ക്കുക, അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത അമ്മയുടെ ഇൻഡോർ സെറ്റിംഗ് എന്ന് പറയുന്നത്, നമ്മുടെ റിയോ പ്ലാന്റ്. പിന്നെ ഇതേ അടുത്തത് സിഗോണിയത്തിൻ്റെ അടുത്തൊരു വെറൈറ്റി കേട്ടോ. ഇതൊരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ്. അതും അമ്മതേ നേരത്തെ പോലെ തന്നെ കലത്തിലാണ് വെച്ചേക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നല്ല ഒച്ചയും ബഹളം കാണും. നമ്മുടെ പാറൂസിൻ്റെ ബഹളം കേട്ടോ. പാറൂസ് ഉറങ്ങിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നടന്നില്ല, അതാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം അടുത്തൊരു ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിഗോണിയമാണ്. സിഗോണിയത്തിൻ്റെ 2 വെറൈറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ അടുത്തത് അമ്മ ഇപ്പം വച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അലോവേരയാണ്. ഇത് വെള്ളത്തിലാണ് അമ്മ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതും ഇവിടെ വച്ചിട്ടുണ്ട്. ഇതും നമുക്കൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ ലീഫ് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു വെറൈറ്റിയാണ്, നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഇൻഡോർ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാമ്പു ആണ്. ബാമ്പു ഇത് വെള്ളത്തിലാണ് അമ്മ? വെള്ളത്തിൽ ഇതേ ഒരു വലിയൊരു കലത്തിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് പൂവാ കേട്ടോ. അതിൻ്റെ കൂടെയാണ്, പക്ഷെ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ. ഇതും പ്ലാസ്റ്റിക് ഇല പോലെ ഇതേ നിൽപ്പുണ്ട്. അപ്പോൾ ഇതും അമ്മ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെ കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇൻഡോർ അറേഞ്ച്മെൻറ്റ് ഇത്രയൊക്കെയാണ് കേട്ടോ. അമ്മ സ്റ്റെയറിന് ചുറ്റുമായിട്ട് ഇതേ ഇത്രയും ഇൻഡോർ അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞ പോലെ എല്ലാം നമ്മുടെ പഴയ പാത്രങ്ങളിലൊക്കെയാണ് കേട്ടോ, വെങ്കല പാത്രത്തിലൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുക്കളയിൽ ഇതുപോലെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അടുത്ത കിച്ചണിൽ അമ്മ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ അടുക്കളയിൽ അമ്മ ആദ്യം വച്ചേക്കുന്ന ഒരു ഗ്രാസ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അതേ ഒരു പഴയൊരു പാത്രത്തിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതാണ് അമ്മ അടുക്കളയിൽ ഫസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേ സാൻസവേരിയ ഉണ്ട്, നമ്മുടെ സ്നേക്ക് പ്ലാന്റ്. അത് വെള്ളത്തിലിട്ടാട്ടോ വെച്ചേക്കുന്നത്. ഇത് സ്നേക്ക് പ്ലാന്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും. ഇതിൽ വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടോ. അപ്പോൾ സാൻസവേരിയ അമ്മ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നടുവിൽ ഇതേ ഒരു ഭരണിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉപ്പ് ഭരണിയാണ് കേട്ടോ ഇത്. അതൊക്കെ വെച്ചിട്ട് തൊട്ടടുത്തും അതുപോലെ ഒരു ഗ്ലാസ്സിൽ തന്നെ സാൻസവേരിയ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ഇങ്ങനെ കേട്ടോ നിൽക്കുന്നത്. 2 സാൻസവേരിയ അമ്മ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങറ്റത്ത് ഭരണിയിലായിട്ട് നമ്മുടെ പഴയ ഭരണിയാണ് കേട്ടോ ഇത്. അതിലായിട്ട് നമ്മുടെ അലോവേര തന്നെയാണ്, കുഞ്ഞ് ലീഫ് ഒരു വെറൈറ്റിക്ക് വേണ്ടി അമ്മ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇവിടെ ഈ ഒരു ജനലിൽ ഇത്രയും ഇൻഡോർ പ്ലാന്റ്സ് ആണ് അമ്മ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലായിട്ട് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ഉണ്ടല്ലോ, അതാണ് ജഗ്ഗിൽ വെള്ളത്തിൽ വെച്ചേക്കുന്നത്. അതിൽ തൊട്ടടുത്തായിട്ട് നമ്മളെ പഴയൊരു വാട്ടർ ബോട്ടിലാണ്. അതിൽ നമ്മുടെ ഒരു മൾട്ടി കളർ ലീഫാണ് കണ്ടോ. പിങ്ക് കളറും ഗ്രീനും കൂടെ ആയിട്ടുള്ള ഒരു മൾട്ടി കളർ ലീഫാണ്. എനിക്കതിൻ്റെ പേരറിയത്തില്ല. അപ്പോൾ അതാണ് അടുത്തായിട്ട് അമ്മ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബാമ്പു പ്ലാന്റ് അതും വെള്ളത്തിലാണ് കേട്ടോ. അതും വെള്ളത്തിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. അതുപോലെ നമ്മുടെ ഒരു പഴയൊരു വാട്ടർ ബോട്ടിലാണിതും. അതിലും ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ്. അപ്പോൾ ഇത് ഇത്രയാണ് കേട്ടോ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 ജനലിലായിട്ട് നമ്മൾ ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാഷ് ബേസിനടുത്തായിട്ട് ഇതിൻ്റെ സെറ്റിങ്, ഈ പ്ലാന്റിൻ്റെ സെറ്റിങ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വീഡിയോയിൽ. അപ്പം അതൊരു ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ഇങ്ങനെ വെള്ളത്തിൽ ഇച്ചിരി കളർഫുള്ളായിട്ട് നമ്മൾ കളർ സ്റ്റോണൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അന്ന് പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് ഡെക്കറേഷൻ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ആ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കിച്ചണിലെ ഇൻഡോർ പ്ലാന്റ് കളക്ഷൻ.
അപ്പോൾ ഇത്രയൊക്കെയാണ് അമ്മയുടെ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ട ഭയങ്കര കലാപരമായി പഴയ പാത്രങ്ങളും അതുപോലെ നമ്മുടെ എന്താ അതിൻ്റെ പേരെന്താ ഭരണി വരെ കളയാതെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറയാത്തത്, ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മുടെ ഇവിടുത്തെ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് കാണാത്തവർ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കണ്ടാൽ മതി. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് അമ്മയുടെ പച്ചക്കറി തോട്ടം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കണ്ടതിന് ശേഷം ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യാം. അപ്പോൾ ആ പച്ചക്കറി തോട്ടത്തിലേക്ക് നമുക്ക് ഞാൻ അടുത്ത് പോവാം. അപ്പോൾ ഇത് അടുത്ത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ കൃഷി ചെയ്തതും പച്ചമുളകിൻ്റെ കൃഷി രീതിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകെല്ലാം നല്ലതുപോലെ വിളവെടുത്ത് കഴിഞ്ഞു കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ്. നമ്മുടെ പച്ചമുളക് ഇപ്പോഴും ഉണ്ടല്ലേ അമ്മ പച്ചമുളക്? അപ്പോൾ അത് കാണിച്ചു തരാം. നമ്മൾ കുറേ അപ്പം ഫസ്റ്റ് ഇതേ അമ്മയുടെ ചീരയാണ് കേട്ടോ, ചുവന്ന ചീര. അത് കുറേയൊക്കെ ഇവർ കഴിഞ്ഞായിരുന്നല്ലേ അമ്മ? കുറേ പറിച്ചു കഴിഞ്ഞു. അപ്പം ചീരയുണ്ട്, ചീര ഇപ്പം പറിക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതേ കിടക്കുന്ന വള്ളി വെള്ളരിയുടെയാണ് കേട്ടോ, വെള്ളരിയുടെയാണ്. വെള്ളരി കാണിച്ചു തരാമേ. നമ്മൾ മൂടി പൊതിഞ്ഞൊക്കെ വച്ചിരിക്കുവാണ് വെള്ളരി. കാരണം ഇവിടെ അറിയാമല്ലോ കുരങ്ങന്മാരുടെ ശല്യം ഉള്ളത് കൊണ്ട് നമുക്ക് ഇതൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് പപ്പതേ ഇതേ കണ്ടോ വെള്ളരി കാഴ്ച നിൽപ്പുണ്ട്. അതൊരെണ്ണമുണ്ട്. ഇനി ഇവിടെ എവിടെയോ ഒരു വലുതുണ്ടല്ലോ. അതേ ഇപ്പുണ്ട് കേട്ടോ വെള്ളരി. ഇത് പപ്പേരയും കൂടെ കൃഷിയാണ് കേട്ടോ വെള്ളരി. പിന്നെ വെണ്ടയ്ക്കതേ നിൽപ്പുണ്ട്. വെണ്ടയ്ക്ക അമ്മ ഇപ്പം എന്തേ പറിക്കാനായിട്ട് പോവുകയാണ്. അടുത്തോട്ട് നിന്നാൽ മതി. കണ്ടോ അതെ നമ്മുടെ ജൈവ കൃഷിയിലുണ്ടായ വെണ്ടയ്ക്ക കേട്ടോ. ഒരു രാസവസ്തു ചേരാത്ത നല്ല ഫ്രഷ് വെണ്ടയ്ക്ക. അപ്പോൾ വെണ്ടയ്ക്ക മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ. ആ വെള്ളരിക്ക ആയില്ലല്ലേ അമ്മ? കുറച്ചുകൂടെ ആയില്ല, വെള്ളരിക്ക കുറച്ചുകൂടെ ഉണ്ട്. അത് പോട്ടെ. ഇനി ഇത് കാണിച്ചു വെച്ചിട്ടാ നമ്മുടെ വെണ്ടയ്ക്ക. നമ്മൾ ഇവിടെ ആവുന്നത് അപ്പം തന്നെ പറിച്ച് കറി വയ്ക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കൂടുതൽ നിർത്തിയിരുന്നാൽ ഇവിടെ കിട്ടാറില്ല. വേളിലതേ ചീരയും വെണ്ടയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേളിൽ കയറി കാണിക്കാൻ നല്ല കാലാവസ്ഥ അതുകൊണ്ട്. പിന്നെ ദേ നമ്മുടെ പച്ചമുളക് ദേ നിൽപ്പുണ്ട്. ഇതിൻ്റെ തൈ നമ്മളെങ്ങനെയാണ് ആക്കിയെടുത്ത് നടുന്നതൊക്കെയാണ് നമ്മൾ അന്നൊരു വീഡിയോയിൽ അമ്മ കാണിച്ചു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ആ പച്ചമുളക് കേട്ടോ, ആ സെയിം പച്ചമുളകാണ് വളർന്നത്, മുളകായിട്ടുണ്ട്. ഇതിലെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ, ഇതിലെല്ലാം ഇഷ്ടംപോലെ പച്ചമുളകായിട്ടുണ്ട്. പിന്നെ ഇതേ നിൽക്കുന്നത് തക്കാളിയാണ്. തക്കാളി നമ്മളിവിടെ പറിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതുപോലൊരു വീഡിയോ തന്നെ. പിന്നെ ഇത് ഇത് പുതിയതാണ്. ഇത് പിന്നെ കത്തിരിയല്ലേ? എല്ലാം കത്തിരിക്കയാണ്. വഴുതലങ്ങാന്ന് ചെറുടുത്ത് പറയും കേട്ടോ, നമ്മുടെ ഇവിടെ കത്തിരി എന്നാണ് പറയുന്നത്. ഇതെല്ലാം കത്തിരിയുടെ ഇതാണ്. ഇതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, കായിട്ടില്ല. നടുവിലായിട്ട് ഇതേ തക്കാളി നിൽപ്പുണ്ട്. പിന്നെ കത്തിരിയുടേതും ഈ സൈഡിലുണ്ട് കേട്ടോ. ഈ സൈഡിലും ഫുറ്റിലും കത്തിരിയും വെച്ചേക്കും. അതേ ഒരു പയർ നിൽപ്പുണ്ട്. ഇതാവുന്നതേ ഉള്ളൂ. എവിടെ പോവാ? എവിടെ പോണെന്ന്? വെയില് ആട്ടുമ്പേ കാണാൻ ഇപ്പം പോണ്ട, വെയിലാങ്ങി വന്നേ. ആ പിന്നെ ദേ നമുക്ക് കൊണ്ടുപോകാനായിട്ട് ചക്ക എടുത്തേക്കുന്നതാണ് കേട്ടോ. ആ ചക്ക പോയി. ഇതാ പാറക്കുട്ടി പോണു. ഇനി പാർസിങ് ബാ. എവിടെ പോണു? ആട്ടുമ്പേ പോണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിലെ ചെറിയ പച്ചക്കറിത്തോട്ടവും അതുപോലെ അമ്മയുടെ പുതിയ ഇൻഡോർ പ്ലാന്റ്സിന്റെ കളക്ഷനും കേട്ടോ കാണിച്ചിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ആദൂസേ ലൈക്ക് ചെയ്യണം. കുറച്ച് പറ. ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ടാറ്റ പറഞ്ഞു. ടാറ്റ.